ഒരു കാലത്ത് ഇന്ത്യയിലെ നിരത്തുകളിൽ വലിയ ആവേശമായി മാറിയ ഒരു കാർ കമ്പനിയെക്കുറിച്ചാണ് ഈ കഥ. ആ കമ്പനിയുടെ പേര് ഡേവു മോട്ടോഴ്സ് എന്നാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ആ പേര് വലിയ പരിചയമുണ്ടാകില്ല. എന്നാൽ 1990കളിൽ കാറുകളെ സ്നേഹിച്ച എല്ലാവർക്കും ഡേവു ഒരു വലിയ വികാരമായിരുന്നു. വളരെ പെട്ടെന്ന് വലിയ വിജയങ്ങൾ നേടുകയും പിന്നീട് അത്ര തന്നെ വേഗത്തിൽ പരാജയപ്പെടുകയും ചെയ്ത ഒരു കമ്പനിയാണിത്. ഒരു സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങളാണ് ഡേവു മോട്ടോഴ്സിന്റെ ചരിത്രത്തിലുള്ളത്. ആ വലിയ സാമ്രാജ്യത്തിന് എന്ത് സംഭവിച്ചു എന്നും അവർ എങ്ങനെ പരാജയപ്പെട്ടു എന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഡേവു എന്ന കൊറിയൻ വാക്കിന്റെ അർത്ഥം വലിയ പ്രപഞ്ചം എന്നാണ്. ആ പേരിനെ അന്വർത്ഥമാക്കും വിധം വളരെ വലിയ ഒരു വ്യവസായ ശൃംഖലയായിരുന്നു അവർ കെട്ടിപ്പടുത്തത്. അവരുടെ ഉദയവും അസ്തമയവും വാഹന ലോകത്തെ വലിയ പാഠമാണ്. 1967 ദക്ഷിണ കൊറിയയിലാണ് ഡേവു ഗ്രൂപ്പ് ജനിക്കുന്നത്. കിം വൂക് ചുങ് എന്ന വ്യക്തിയാണ് വെറും $10,000 മൂലധനവുമായി ഈ കമ്പനി സ്ഥാപിച്ചത്. തുടക്കത്തിൽ ഇതൊരു വാഹന നിർമ്മാണ കമ്പനി ആയിരുന്നില്ല. തുണിത്തരങ്ങൾ നിർമ്മിക്കുന്ന ഒരു ചെറിയ സ്ഥാപനമായിട്ടാണ് ഡേവു തുടങ്ങിയത്. പിന്നീട് അവർ പല മേഖലകളിലേക്ക് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. കപ്പൽ നിർമ്മാണം, ഇലക്ട്രോണിക് സാധനങ്ങൾ, വാർത്താവിനിമയം, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങി നിരവധി വ്യവസായങ്ങൾ അവർ തുടങ്ങി. കെട്ടിട നിർമ്മാണ രംഗത്തും അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. ദക്ഷിണ കൊറിയൻ സർക്കാരിന്റെ വലിയ പിന്തുണ അക്കാലത്ത് അവർക്കുണ്ടായിരുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഡേവു വലിയ പങ്കുവഹിച്ചു. കിം വൂ ചുങ് എന്ന വ്യവസായിക്ക് വളരെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കമ്പനിയായി ഡേവു മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കൊറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയായി ഡേവു വളരെ വേഗം വളർന്നു. പിന്നീട് വാഹന നിർമ്മാണ രംഗത്തേക്ക് കടക്കാൻ കമ്പനി തീരുമാനിച്ചു. 1978 ദക്ഷിണ കൊറിയയിലെ സെഹാൻ മോട്ടോഴ്സ് എന്ന കമ്പനിയെ ഡേവു വാങ്ങി. അമേരിക്കൻ കമ്പനിയായ ജനറൽ മോട്ടോഴ്സുമായി ചേർന്ന് അവർ കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ജനറൽ മോട്ടോഴ്സിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിരവധി മോഡലുകൾ അവർ കൊറിയയിൽ പുറത്തിറക്കി. 1983 കമ്പനിയുടെ പേര് ഔദ്യോഗികമായി ഡേവു മോട്ടോഴ്സ് എന്ന് മാറ്റി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ സ്വന്തമായി കാറുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1992 ജനറൽ മോട്ടോഴ്സുമായുള്ള ബന്ധം അവർ അവസാനിപ്പിച്ചു. പിന്നീട് ഡേവു മോട്ടോഴ്സ് പൂർണ്ണമായും സ്വതന്ത്രമായി കാറുകൾ ഇറക്കി. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും അവർ കാറുകൾ കയറ്റുമതി ചെയ്തു. ഉസ്ബെക്കിസ്ഥാൻ, പോളണ്ട്, റൊമാനിയ, ഉക്രൈൻ തുടങ്ങി 13 രാജ്യങ്ങളിൽ അവർ 14 പുതിയ ഫാക്ടറികൾ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഡേവു ലോകത്തിലെ പ്രധാനപ്പെട്ട കാർ നിർമ്മാതാക്കളായി മാറി. വലിയ വിപണികൾ കണ്ടെത്താനുള്ള അവരുടെ ശ്രമങ്ങൾക്കൊടുവിലാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. 1990കളുടെ തുടക്കത്തിൽ ഇന്ത്യ പുതിയ സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ചു. വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ മുതൽ മുടക്കാൻ സർക്കാർ അവസരം നൽകി. ഈ മാറ്റം മനസ്സിലാക്കി ഡേവു മോട്ടോഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെ DCM ഗ്രൂപ്പുമായി ചേർന്നാണ് അവർ തുടക്കം കുറിച്ചത്. പിന്നീട് ഈ കമ്പനി DCM ഡേവു മോട്ടോഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഉത്തർപ്രദേശിലെ സൂരജ്പൂരിൽ അവർ 204 ഏക്കർ വിസ്തൃതിയിൽ വളരെ വലിയ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ഈ ഫാക്ടറിയിൽ ലോകോത്തര നിലവാരമുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിവർഷം ലക്ഷക്കണക്കിന് കാറുകൾ നിർമ്മിക്കാനുള്ള ശേഷി ആ ഫാക്ടറിക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ കാറുകൾ നിർമ്മിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും അവർ പദ്ധതിയിട്ടു. വിദേശ രാജ്യങ്ങളിലേക്ക് ആവശ്യമായ എഞ്ചിനുകൾ ഇവിടെ നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. ഗിയർ ബോക്സുകളും മറ്റും ഇവിടെ നിർമ്മിച്ച് കൊറിയയിലേക്ക് കയറ്റുമതി ചെയ്തു. ഇന്ത്യയിലെ വാഹന വിപണി പൂർണ്ണമായും കീഴടക്കാൻ അവർ വലിയ തയ്യാറെടുപ്പുകൾ നടത്തി. 1995 ഡേവു ഇന്ത്യയിലെ തങ്ങളുടെ ആദ്യത്തെ കാർ പുറത്തിറക്കി. ഡേവു CLO എന്നായിരുന്നു ആ കാറിന്റെ പേര്. 5.46 ലക്ഷം രൂപയായിരുന്നു CLOയുടെ അന്നത്തെ വില. ഇന്ത്യൻ വാഹന വിപണിയിൽ അതൊരു വലിയ ചരിത്രമായി മാറി. അന്ന് വരെ ഇന്ത്യക്കാർ കണ്ടിട്ടില്ലാത്ത പല പുതിയ കാര്യങ്ങളും CLOയിൽ ഉണ്ടായിരുന്നു. മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന പുതിയ സാങ്കേതിക വിദ്യയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കാറായിരുന്നു അത്. ഈ സംവിധാനം കാറിന്റെ പ്രവർത്തനക്ഷമത വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. വളരെ ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിരുന്നു CLOയ്ക്ക് നൽകിയത്. വലിയ ഉൾഭാഗവും വളരെ മികച്ച സീറ്റുകളും യാത്രക്കാർക്ക് വലിയ സുഖം നൽകി. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനായിരുന്നു അതിൽ ഉപയോഗിച്ചിരുന്നത്. അത് വലിയ കരുത്തു നൽകി. അക്കാലത്ത് വിദേശത്തുള്ള വലിയ ആഡംബര കാറുകളിൽ മാത്രം കാണുന്ന പല സൗകര്യങ്ങളും CLOയിൽ ഉണ്ടായിരുന്നു. പവർ സ്റ്റിയറിംഗ് കാർ ഓടിക്കുന്നത് വളരെ എളുപ്പമാക്കി. ബട്ടൺ അമർത്തിയാൽ പ്രവർത്തിക്കുന്ന പവർ വിൻഡോകൾ മറ്റൊരു ആകർഷണമായിരുന്നു. എയർ കണ്ടീഷനിംഗ് സംവിധാനം വളരെ മികച്ചതായിരുന്നു. അന്ന് ഇന്ത്യൻ വിപണിയിൽ മാരുതി എസ്റ്റീം എന്ന കാറായിരുന്നു CLOയുടെ പ്രധാന എതിരാളി. എസ്റ്റീമിനേക്കാൾ വലിയ കാറായിരുന്നു CLO. തുടക്കത്തിൽ ഇന്ത്യക്കാർ CLOയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഈ കാർ സ്വന്തമാക്കാൻ ആളുകൾക്കിടയിൽ വലിയ തിരക്കായിരുന്നു. 1,14,000 ആളുകൾ മുൻകൂറായി പണമടച്ച് കാറിനായി കാത്തിരുന്നു. ഡേവു കമ്പനിക്ക് ഇത് വലിയ ആത്മവിശ്വാസം നൽകി. അവർ കൂടുതൽ കാറുകൾ നിർമ്മിക്കാൻ തയ്യാറെടുത്തു. എന്നാൽ ഈ വലിയ വിജയം അധികകാലം നീണ്ടു നിന്നില്ല. CLOയുടെ പ്രശ്നങ്ങൾ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാറിന്റെ മൈലേജ് ആയിരുന്നു. CLO വളരെ കുറഞ്ഞ മൈലേജ് മാത്രമാണ് നൽകിയത്. ചിലർക്ക് 1 ലിറ്റർ പെട്രോളിൽ വെറും 9 കിലോമീറ്റർ മാത്രമാണ് ലഭിച്ചത്. ഇന്ത്യയിലെ സാധാരണക്കാർ മൈലേജിന് എപ്പോഴും വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. 1 ലിറ്റർ പെട്രോളിൽ വളരെ കുറച്ചു ദൂരം മാത്രം പോകാൻ കഴിയുന്നത് ആളുകളെ നിരാശരാക്കി. കാറിന്റെ വിലയും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും കൂടുതലായിരുന്നു. അറ്റകുറ്റപ്പണികൾക്കും വലിയ തുക ചിലവായി. ഇത് CLOയുടെ വിൽപ്പനയെ സാരമായി ബാധിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്ത 70,000 ആളുകൾ തങ്ങളുടെ ബുക്കിംഗ് റദ്ദാക്കി പണം തിരികെ വാങ്ങി. പ്രതീക്ഷിച്ചതിന്റെ പകുതി കാറുകൾ പോലും വിൽക്കാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല.
ഇതിനിടയിൽ കമ്പനി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വില കുറച്ചതാണ്. വിൽപ്പന കുറഞ്ഞപ്പോൾ ദേവു ഒറ്റയടിക്ക് സിഎൽഒയുടെ വിലയിൽ 1.5 ലക്ഷം രൂപയുടെ കുറവ് വരുത്തി. ഇത് കാർ ആദ്യം വാങ്ങിയ ഉപഭോക്താക്കളെ വലിയ രീതിയിൽ ദേഷ്യം പിടിപ്പിച്ചു. കൂടാതെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ സിഎൽഒയുടെ വില കുത്തനെ ഇടിയാൻ ഇത് കാരണമായി. കാറുകൾ വിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. കമ്പനിയുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. അവസാനം 1999 സിഎൽഒയുടെ ഉൽപാദനം കമ്പനിക്ക് നിർത്തേണ്ടി വന്നു. സിഎൽഒ പരാജയപ്പെട്ടെങ്കിലും ഡേവു കമ്പനി പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഇന്ത്യയിലെ ചെറിയ കാറുകളുടെ വിപണിയിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അവർ തങ്ങളുടെ പുതിയ കാറായ ഡേവു മാറ്റിസ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. 1998 അവസാനത്തോടെയാണ് മാറ്റിസ് വിപണിയിലെത്തിയത്. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ചെറിയ കാറായിരുന്നു അത്. ഇറ്റാലിയൻ ഡിസൈനർമാരാണ് മാറ്റിസിന്റെ മനോഹരമായ രൂപം തയ്യാറാക്കിയത്. ഉരുണ്ട രൂപവും വലിയ ഹെഡ്ലൈറ്റുകളും കാറിന് വളരെ ആകർഷകമായ ഒരു ലുക്ക് നൽകി. എഞ്ചിൻ കരുത്തിന്റെ കാര്യത്തിലും മാറ്റിസ് വളരെ മികച്ചതായിരുന്നു. 800cc എഞ്ചിനാണ് ഇതിന് നൽകിയത്. ചെറിയ കാർ ആണെങ്കിലും ഉൾഭാഗത്ത് നല്ല സ്ഥല സൗകര്യമുണ്ടായിരുന്നു. മികച്ച എയർ കണ്ടീഷനിംഗ് സംവിധാനവും അതിൽ നൽകി. മാരുതി 800 കാറുകൾ വിപണി അടക്കി ഭരിച്ചിരുന്ന സമയത്താണ് മാറ്റിസ് വരുന്നത്. ഹുണ്ടായി സാൻഡ്രോ എന്ന പുതിയ കാറും അപ്പോഴേക്കും വിപണിയിൽ എത്തിയിരുന്നു. വലിയ ഒരു മത്സരമാണ് മാറ്റിസിന് നേരിടേണ്ടി വന്നത്. തുടക്കത്തിൽ മാറ്റിസിന്റെ വില വളരെ കൂടുതലായിരുന്നു. ഒരു മോഡൽ മാത്രമാണ് കമ്പനി ഇറക്കിയത്. അതിനാൽ സാൻഡ്രോ വലിയ വിജയം നേടി. പിന്നീട് കമ്പനി തെറ്റ് മനസ്സിലാക്കി മാറ്റിസിന്റെ 3 പുതിയ മോഡലുകൾ കുറഞ്ഞ വിലയിൽ ഇറക്കി. ഇതോടെ മാറ്റിസ് വലിയ വിജയം നേടി തുടങ്ങി. ഇന്ത്യയിലെ യുവതലമുറ ഈ കാർ വളരെ വേഗം ഇഷ്ടപ്പെട്ടു. നഗരങ്ങളിലെ യാത്രകൾക്ക് വളരെ അനുയോജ്യമായ കാറായിരുന്നു ഇത്. മൈലേജിന്റെ കാര്യത്തിലും മാറ്റിസ് മികച്ച പ്രകടനം നൽകി. സിഎൽഒയിൽ ഉണ്ടായ തെറ്റുകൾ തിരുത്താൻ കമ്പനി മാറ്റിസിലൂടെ ശ്രമിച്ചു. അത് വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തു. മാറ്റിസ് വൻതോതിൽ വിറ്റുപോയി. മാറ്റിസിന്റെ കൂടെ തന്നെ പുതിയ ഒരു ആഡംബര കാർ കൂടി ഡേവു പുറത്തിറക്കി. ഡേവു നെക്സിയ എന്നായിരുന്നു അതിന്റെ പേര്. പഴയ സിഎൽഒ കാറിന്റെ പുതിയ പതിപ്പായിരുന്നു ഇത്. 1.6 ലിറ്റർ എഞ്ചിനായിരുന്നു നെക്സിയയുടെ പ്രത്യേകത. വളരെ നല്ല സുരക്ഷാ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. മാനുവൽ ഗിയറിന് പുറമെ ഓട്ടോമാറ്റിക് ഗിയർ സംവിധാനവും നെക്സിയയിൽ നൽകി. 6.22 ലക്ഷം രൂപയായിരുന്നു വില. എന്നാൽ നെക്സിയയ്ക്കും ഇന്ത്യൻ വിപണിയിൽ കാര്യമായി വിജയിക്കാൻ കഴിഞ്ഞില്ല. കൂടിയ വിലയും കുറഞ്ഞ ഇന്ധനക്ഷമതയും തന്നെയായിരുന്നു പ്രധാന വില്ലൻ. കൂടാതെ അപ്പോഴേക്കും ഡേവു ബ്രാൻഡിനോടുള്ള ആളുകളുടെ വിശ്വാസം കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഇന്ത്യയിൽ മാറ്റിസ് മികച്ച വിജയം നേടി മുന്നോട്ട് പോകുമ്പോഴാണ് ദക്ഷിണ കൊറിയയിലെ ഡേവുവിന്റെ ആസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നത്. 1997 ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഈ സാമ്പത്തിക തകർച്ച ഡേവു കമ്പനിയെ വലിയ രീതിയിൽ ബാധിച്ചു. കമ്പനിയുടെ ഉടമസ്ഥനായ കിങ് വു ചുങ് ചെയ്ത വലിയ തെറ്റുകളാണ് ഇതിന് പ്രധാന കാരണം. ലോകം മുഴുവൻ ബിസിനസ് വ്യാപിപ്പിക്കാൻ അദ്ദേഹം അമിതമായ ആവേശം കാണിച്ചു. ഇതിനായി ബാങ്കുകളിൽ നിന്നും അദ്ദേഹം കണക്കില്ലാതെ പണം കടം വാങ്ങി. പോളണ്ട്, റൊമേനിയ, ഉക്രൈൻ തുടങ്ങിയ പല വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം വലിയ കാർ ഫാക്ടറികൾ സ്ഥാപിച്ചു. മറ്റ് കൊറിയൻ കമ്പനികൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം ചിലവുകൾ കുറച്ചപ്പോൾ കിം വു ചുങ് കൂടുതൽ കടങ്ങൾ വാങ്ങി പുതിയ ബിസിനസ്സുകൾ തുടങ്ങി. കാറുകൾ വിറ്റുപോകാതെ വന്നതോടെ കമ്പനിക്ക് ബാങ്കുകളിലെ ഈ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. കടം പെരുകിയപ്പോൾ കിം വു ചുങ് കമ്പനിയുടെ സാമ്പത്തിക രേഖകളിൽ വലിയ കൃത്രിമം കാണിച്ചു. നഷ്ടത്തിലായ കമ്പനി ലാഭത്തിലാണെന്ന് അദ്ദേഹം കൊറിയൻ സർക്കാരിനെയും ബാങ്കുകളെയും തെറ്റിദ്ധരിപ്പിച്ചു. ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് സാധനങ്ങൾ വിറ്റതായി കള്ളരേഖകൾ ഉണ്ടാക്കി. എന്നാൽ ഈ വലിയ തട്ടിപ്പ് അധികകാലം മറച്ചുവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കമ്പനിയുടെ യഥാർത്ഥ കടം $50 ബില്യൺ ആണെന്ന് ലോകമറിഞ്ഞു. അക്കാലത്തെ ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു ഇത്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ പോകുന്ന വലിയ സാമ്പത്തിക ബാധ്യതയായിരുന്നു അത്. അതോടെ കൊറിയൻ സർക്കാരും ബാങ്കുകളും കമ്പനിക്ക് പുതിയ വായ്പകൾ നൽകാൻ വിസമ്മതിച്ചു. അവസാനം 1999 നവംബർ മാസം ഡേവു കമ്പനി ഔദ്യോഗികമായി പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു. സത്യം പുറത്തായതോടെ ഉടമസ്ഥനായ കിങ് വു ചുങ് രാജ്യത്ത് നിന്നും നാട് വിട്ടുപോയി. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം കൊറിയയിൽ തിരിച്ചെത്തുകയും 10 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഇത് ഡേവു കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായമായിരുന്നു. ദക്ഷിണ കൊറിയയിലെ ഈ വലിയ പതനം ഇന്ത്യയിലെ ഡേവുവിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തകർത്തു. കൊറിയയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം പൂർണ്ണമായും നിലച്ചു. ഇന്ത്യയിൽ മികച്ച രീതിയിൽ വിറ്റുകൊണ്ടിരുന്ന മാറ്റിസ് കാറുകൾ നിർമ്മിക്കാൻ പണമില്ലാത്ത അവസ്ഥ വന്നു. കമ്പനിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതോടെ ഇന്ത്യയിലെ ഉപഭോക്താക്കൾ ഡേവു കാറുകൾ വാങ്ങാൻ മടി കാണിച്ചു. ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ കമ്പനി വീണ്ടും വലിയ വിലക്കിഴിവുകൾ പ്രഖ്യാപിച്ചു. വില കുറച്ചത് മൂലം കമ്പനിക്ക് ഇന്ത്യയിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി. സ്പെയർ പാർട്ടുകൾ മാർക്കറ്റിൽ കിട്ടാതായി. ചില പാർട്സുകൾ എവിടെയെങ്കിലും കിട്ടിയാൽ തന്നെ അതിന് ഇരട്ടി വില കൊടുക്കേണ്ടി വന്നു. വളരെ മികച്ച കാറുകളായിരുന്നിട്ടും സ്പെയർ പാർട്സുകൾ ഇല്ലാത്തതിനാൽ നിരവധി കാറുകൾ വഴിയിൽ കിടക്കുന്ന അവസ്ഥ വന്നു. കാറുകൾ വിറ്റുപോകാതെ വന്നതോടെ പല ഡീലർമാരും തങ്ങളുടെ ഷോറൂമുകൾ അടച്ചുപൂട്ടി. ഡീലർമാർക്ക് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായി. പുതിയ കാറുകൾ നിർമ്മിക്കുന്നത് കമ്പനി പൂർണ്ണമായും നിർത്തിവെച്ചു. 2001 ഡേവു ഇന്ത്യയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം അവസാനിപ്പിച്ചു. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് ഇതിനകം ഡേവു കാറുകൾ വാങ്ങിയ സാധാരണ ഉപഭോക്താക്കളാണ്. കാറുകൾ കേടായാൽ നന്നാക്കാൻ ഷോറൂമുകളോ സർവീസ് സെന്ററുകളോ ഇല്ലാത്ത അവസ്ഥ വന്നു. ആളുകൾ തങ്ങളുടെ പഴയ ഡേവു കാറുകൾ വിൽക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ കുറഞ്ഞ വില മാത്രമാണ് ലഭിച്ചത്. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഡേവു കാറുകൾക്ക് യാതൊരു വിലയും ഇല്ലാതായി മാറി. ഉപഭോക്താക്കളെ സംബന്ധിച്ച് വലിയ ഒരു ബാധ്യതയായി ഡേവു കാറുകൾ മാറി. ഡേവു കമ്പനിയെ രക്ഷിക്കാൻ കൊറിയൻ സർക്കാരും ബാങ്കുകളും പല ശ്രമങ്ങളും നടത്തി. എന്നാൽ കടം വളരെ വലുതായിരുന്നതിനാൽ പല വലിയ കമ്പനികളും അവരെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല.
ഒടുവിൽ 2002 അമേരിക്കൻ കാർ നിർമ്മാതാക്കളായ ജനറൽ മോട്ടോഴ്സ് ഡേവുവിനെ വാങ്ങി. അവർ ജനറൽ മോട്ടോഴ്സ് ഡേവു എന്ന പേരിൽ പുതിയ ഒരു കമ്പനി രൂപീകരിച്ചു. ലോകമെമ്പാടുമുള്ള ഡേവുവിന്റെ വിലപ്പെട്ട ആസ്തികൾ അവർ ഏറ്റെടുത്തു. എന്നാൽ ഇന്ത്യയിലെ ഡേവു ഫാക്ടറി വാങ്ങാൻ ജനറൽ മോട്ടോഴ്സ് തയ്യാറായില്ല. ഇന്ത്യയിലെ പ്ലാന്റിന് 3500 കോടി രൂപയുടെ കടങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അതവർക്ക് ആവശ്യമില്ലായിരുന്നു. അതോടെ ഇന്ത്യയിലെ ഡേവുവിന്റെ അന്ത്യം പൂർണ്ണമായി. ഉത്തർപ്രദേശിലെ ആ വലിയ ഫാക്ടറി അനാഥമായി കിടന്നു. ഒരുപാട് വർഷങ്ങൾ അത് അടഞ്ഞു കിടന്നു. ബാങ്കുകൾ പണം തിരികെ കിട്ടാൻ കേസ് കൊടുത്തു. പിന്നീട് ആ ഫാക്ടറിയിലെ ഉപകരണങ്ങൾ പഴയ ഇരുമ്പായി പൊളിച്ചു വിൽക്കേണ്ടി വന്നു. ബാക്കി വന്ന ഭൂമി പിന്നീട് ബാങ്കുകൾ ലേലം ചെയ്തു വിറ്റു. അവിടെ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇന്ത്യയിൽ ഡേവു പരാജയപ്പെടാൻ ആഗോള സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല കാരണം. ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനങ്ങളിലും വലിയ പിഴവുകൾ ഉണ്ടായിരുന്നു. അവർക്ക് മികച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഇല്ലായിരുന്നു. ഇന്ത്യൻ ജനതയുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. വില കുറഞ്ഞതും കൂടുതൽ ഇന്ധനക്ഷമത നൽകുന്നതുമായ കാറുകളാണ് ഇന്ത്യക്കാർക്ക് വേണ്ടത് എന്ന് അവർ ആദ്യമേ ചിന്തിച്ചില്ല. മാരുതി പോലെയുള്ള കമ്പനികൾ ഇന്ത്യക്കാരുടെ മനസ്സറിഞ്ഞ് പുതിയ കാറുകൾ ഇറക്കിയപ്പോൾ ഡേവു തങ്ങളുടെ പഴയ തന്ത്രങ്ങൾ തന്നെ ഇവിടെ പരീക്ഷിക്കാൻ ശ്രമിച്ചു. കൂടാതെ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിലും ഡേവു കമ്പനി പരാജയപ്പെട്ടു. സർവീസ് സെന്ററുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ ഡേവു എന്ന പേരിൽ കാറുകളില്ല. എന്നാൽ ഡേവു വികസിപ്പിച്ചെടുത്ത പല മോഡലുകളും പിന്നീട് വേറെ പേരുകളിൽ ലോകത്ത് വിറ്റുപോയി. ഇന്ത്യയിൽ പിന്നീട് 2007 ഷെവർലെ സ്പാർക്ക് എന്ന പേരിൽ ജനറൽ മോട്ടോഴ്സ് ഇറക്കിയ വാഹനം യഥാർത്ഥത്തിൽ ഡേവു മാറ്റിസിന്റെ പുതിയ രൂപമായിരുന്നു. അത്രത്തോളം മികച്ച വാഹനങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ലോക വിപണിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയാത്തത് അവരുടെ പരാജയത്തിന് കാരണമായി. ആവശ്യത്തിലധികം കടം വാങ്ങി ബിസിനസ് നടത്തുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ വരെ തോൽപ്പിക്കുന്നതായിരുന്നു ഈ തെറ്റായ തീരുമാനങ്ങൾ. ഒരു കൗതുകകരമായ കാര്യം എന്തെന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഡേവു എന്ന ബ്രാൻഡ് വീണ്ടും ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്നാൽ കാറുകളുമായല്ല അവർ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റൊരു കമ്പനിയുമായി ചേർന്ന് ഡേവു എന്ന പേരിൽ ബാറ്ററികളും ഇലക്ട്രോണിക് സാധനങ്ങളും ഇലക്ട്രിക് സൈക്കിളുകളും അവർ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും വാഹന വിപണിയിലെ അവരുടെ പഴയ പ്രതാപം ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ല. വാഹന വിപണിയിൽ ഉപഭോക്താക്കളുടെ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഡേവുവിന്റെ ചരിത്രം നമ്മെ കാണിക്കുന്നു. ഉപഭോക്താക്കളുടെ വിശ്വാസം ഒരു തവണ നഷ്ടപ്പെട്ടാൽ എത്ര വലിയ കമ്പനിക്കും വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മികച്ച സാങ്കേതിക വിദ്യ ഉള്ള കാറുകൾ പുറത്തിറക്കിയിട്ടും ഇന്ത്യയിൽ അവർ വലിയ പരാജയമായി മാറി. ഈ ചരിത്രത്തിൽ നിന്നും ഭാവിയിലുള്ള വ്യവസായികൾക്ക് നിരവധി പാഠങ്ങൾ പഠിക്കാൻ കഴിയും. ഇതാണ് ഡേവു മോട്ടോഴ്സ് എന്ന കാർ കമ്പനിയുടെ യഥാർത്ഥ കഥ. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഉദയവും അസ്തമയവുമാണ് നാം ഇവിടെ കണ്ടത്. അമിതമായ ആഗ്രഹങ്ങളും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും അവരെ പൂർണ്ണമായും തകർത്തു. മികച്ച സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും ശരിയായ പദ്ധതികൾ ഇല്ലാത്തതിനാൽ അവർ പരാജയപ്പെട്ടു. പഴയ കാറുകളെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും CLOയെയും മാറ്റിസിനെയും സന്തോഷത്തോടെ ഓർക്കുന്നുണ്ടാകും.